യഅ്ദുകുമുൽ ഫഖർ, പിശാചാണ് നിങ്ങളോട് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നത്. പിശാചാണ്. ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടാണ് പിശാചിൻ്റെ കുതന്ത്രങ്ങൾ അങ്ങനെയാണ് വരിക. ഒരു ഹറാമായൊരു മുതൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക എന്നൊരു ചോദ്യം ഇട്ട് തരും. അപ്പോൾ അതിൽ മനുഷ്യൻ പെടും. പിന്നെ പൈസ ഉണ്ടാവുമോ, പിന്നെ കയ്യിലെന്താ ഉണ്ടാവുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു പൈസ വെറുതെ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഹറാമാണ്, ഇങ്ങനെ പോയാൽ അങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നിങ്ങനെ പിശാച് ഇങ്ങനെ മന്ത്രിച്ചു വരും. അതാണ് അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖർ. അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരും എന്ന് പിശാച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ശരിക്കും സംഭവിക്കുന്നത് തന്നെയല്ലേ? ഒരു ടെംപ്റ്റേഷൻ ഉള്ളതെന്നിങ്ങനെ വരും. ലോട്ടറിയൊക്കെ ഈ ബിഗ് ടിക്കറ്റൊക്കെ അടിച്ചിട്ടേ കൈ കിട്ടിയ ആളോട് ചോദിച്ചു നോക്കണം അതിൻ്റെ ശരിക്കുള്ള ഫീലിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ. നമുക്കത് എടുക്കാൻ പറ്റില്ല. പക്ഷേ കിട്ടിയാൽ പിന്നെ അത് ഏതെങ്കിലും മൂല്യർ ഹലാലാന്ന് പറഞ്ഞു തരുമെന്ന് ആ മൂല്യർക്ക് കൊടുക്കും പകുതി. നിങ്ങൾക്കാണ് എന്ത് ഇതാണ് ഹലാലായി കിട്ടണം. അല്ലെങ്കിൽ ആൾക്കാർ പറയും എന്ത് പൊട്ടനാടോ, ഇത്രയും കൈ കിട്ടിച്ച് വേണ്ടാന്ന് പറയേ, ഇങ്ങനെ അതും കിട്ടി നടന്നോ എന്ന് പറഞ്ഞ് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പിശാച് നിങ്ങൾക്ക് പേടിയുണ്ടാക്കി തരും. അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, നിങ്ങളോട് വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ ചെയ്യണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കി തരുന്നതും പിശാചു തന്നെയാണ്. വല്ലാഹു യഅിദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം മഗ്ഫിറത്താണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. വഫദ്ലൻ, എൻ്റെ ഔദാര്യവും ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഔദാര്യം തരും, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലതയുള്ളവനല്ലേ. റിസ്ഖിൻ്റെ കവാടങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിൽ എത്രയാണുള്ളത്. അല്ലാഹു വാസിആൻ,